ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മൾ മടി പിടിച്ചൊന്നും ഇരുന്നില്ല. ഇന്ന് നല്ല പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള എല്ലായിടവും വീടിൻ്റെ ചുറ്റും നന്നായിട്ട് വൃത്തിയാക്കി വേണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നട്ടൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തെ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടായിരുന്നു. അപ്പോഴത്തേന് ഞങ്ങൾ പിന്നെ കടല റോസ്റ്റും ചെയ്തു. കോഴിക്കട്ട ഇങ്ങനെ മധുരമില്ലാണ്ട് തേങ്ങയൊക്കെ ഇട്ട കോഴിക്കട്ടയും കടല റോസ്റ്റ് ചെയ്തതും കഴിച്ചു. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ വ്യത്യസ്തതരമായ കോംബോകളൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ വീട്ടിലിങ്ങനെ എന്നും എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വ്യത്യസ്തതരമായ കോംബോകളായിരിക്കും. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ തോന്നി. അതുകൊണ്ട് ഉലുവ ഇട്ട് വെള്ളം വെച്ച് തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അത് ഒന്ന് ആറി വന്നപ്പോഴത്തേന് ബോട്ടിലാക്കിയിട്ട് സ്കാൽപ്പിൽ നന്നായി അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഓരോ വിടവ് എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് വെക്കണം. അപ്പോഴത്തേന് നന്നായിട്ട് നമ്മുടെ മുടിയിലങ്ങ് പിടിക്കും. വാർത്തപ്പുള്ളി എന്നെ കുടിക്കില്ല, കണ്ണിൽ നിറങ്ങട്ട് കയ്യിൽ വളകണ്ട് കാലിൽ കുലിച്ചിട്ട് എന്നെ കുടുക്കി അരയിൽ ഇറങ്ങണം മരക്കത്തിൽ കിടക്കുമ്പോൾ എനിക്ക് എന്റെ മോഹങ്ങളാണ് പൊട്ടി ഒഴുകി ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. കുളിച്ചിട്ട് ഒരു 20 മിനിറ്റ്സോളം ഞാൻ ഹെയർ വെച്ചിട്ടാണ് പോയി കുളിക്കാൻ പോയത്. കുളിച്ച് ഞാൻ ജസ്റ്റ് ഷാമ്പൂ ഇട്ടിട്ടാണ് ഞാൻ തല നനച്ചത്. കാരണം എനിക്ക് ഈ ഉലുവയുടെ സ്മെല്ലങ്ങ് പിടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഷാമ്പൂ ഇട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വന്ന് മോയ്സ്ചറൈസർ സൺസ്ക്രീമും തേച്ചു. ഇന്ന ബ്രാൻഡിൻ്റെ ഒന്നുമില്ല, ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ് എടുത്തിട്ട് തേക്കും. പക്ഷേ സൺസ്ക്രീൻ തേക്കാൻ ഞാൻ ഈയിടെയായിട്ടാണ് സൺസ്ക്രീൻ തേക്കാൻ തുടങ്ങിയ പിന്നെ മുഖത്ത് നല്ല മാറ്റമുണ്ട്. അപ്പോൾ അതൊക്കെ തേച്ച് എല്ലാം റെഡിയായി. ഇന്നൊക്കെ ഇന്നത്തെ തീർന്നു.